നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ ആശുപത്രികൾ തകർക്കാൻ UDF മാധ്യമ ഗൂഢാലോചനയെന്ന് KSKTU. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കർഷക തൊഴിലാളികളുടെ പ്രതിരോധ സദസ്സ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ UDF ഒത്താശയോടെ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുകയാണെന്ന് യൂണിയൻ ദേശീയ വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി. വിഭാഗീയതയുടെ നിഴലിൽ CPI പാലക്കാട് ജില്ലാ സമ്മേളനം നാളെ മുതൽ വടക്കഞ്ചേരിയിൽ. മുതിർന്ന നേതാവ് KE ഇസ്മായിലിന് ക്ഷണമില്ല. സസ്പെൻഷനിലായിരുന്ന KE ഇസ്മായിലിന്റെ അംഗത്വം പുതുക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടും പുതുക്കൽ സമ്മേളനത്തിന് ശേഷം മതിയെന്ന ജില്ലാ നേതൃത്വം തീരുമാനിച്ചത് വിഭാഗീയതയുടെ ഭാഗമെന്ന് വിമർശനം. രോഗമുള്ള തെരുവു നായ്ക്കൾക്ക് ദയാവധം. സംസ്ഥാന സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത പൊതുജനങ്ങൾ. പേവിഷബാധ തടയാൻ ദയാവധം സഹായകരമാകുമെന്ന് വിലയിരുത്തൽ. വറുതിയുടെ കർക്കടം പിന്നിടാൻ ഇനി പുണ്യരാമായണത്തിന്റെ രാഗാമൃതം. രാമനാമജപങ്ങളുമായി രാമായണ മാസം പിറന്നു. ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. സർക്കാർ ആശുപത്രികൾ തകർക്കാൻ UDF മാധ്യമ ഗൂഢാലോചനയെന്ന് KSKTU. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപം KSKTU പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ UDF മാധ്യമങ്ങളും പർവ്വതീകരിക്കുകയാണെന്ന് യൂണിയൻ ദേശീയ വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചകൾ പ്രതിപക്ഷം കാണുന്നില്ല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കുകയാണ്. കേരളത്തിൽ ആരോഗ്യമേഖലയിൽ നടക്കുന്നത് 600 കോടിയോളം രൂപയുടെ വികസനമാണെന്നും K. കോമളകുമാരി പറഞ്ഞു. രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു 8.3 കോടിയായിരുന്നു. എന്നാൽ 2024-25 കാലഘട്ടത്തിൽ 13.5 കോടിയായി ഉയർന്നിട്ടുണ്ട്. ആരോഗ്യമേഖല മോശമായതുകൊണ്ടാണോ? ഈ ജില്ലാ ആസ്പത്രിയിൽ രാവിലെ ഞാനൊക്കെ വരാറുണ്ട്. 6:30 മണിക്ക് വന്ന് നിന്നാൽ 11 മണി വരെ 12 മണി വരെ OP ടിക്കറ്റ് കൊടുക്കുക. ചില 60-70 ടോക്കൺ കഴിയുമ്പോൾ ഡോക്ടർമാരുടെ ഇന്നത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജനം തിരിച്ചു പോവുക. ആ രീതിയിലേക്ക് 10,500 ആളുകൾ ഇവിടെ വരികയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ദൈനംദിനം. ആ രീതിയിലേക്ക് ആരോഗ്യമേഖല മോശമായതുകൊണ്ടാണ് ആളുകൾ എത്തുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് 547 കോടി രൂപയുടെ വികസനം അവിടെ നടക്കുന്നത്. ഇവിടെ 45 കോടിയുടെ വികസനം നടക്കുകയാണ് ജില്ലാ ആശുപത്രിയിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം 547 കോടിയുടെ വികസനം നടക്കുമ്പോൾ അതിനെയെല്ലാം തന്നെ 53 കൊല്ലമായി ഭരിച്ച UDFന്റെ നേതാക്കൾ മൂടിവെച്ചുകൊണ്ട് ആ രീതിയിലേക്ക് സമരാഭാസം നടത്തുന്നതിനെതിരെയാണ് കർഷകത്തൊഴിലാളി യൂണിയന്റെ പ്രതിരോധം. യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TN കണ്ടമുത്തൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V. ചെന്താമരാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MT ജയപ്രകാശ്, TC കുഞ്ഞുമോൾ, ജില്ലാ ഭാരവാഹികളായ S. രാധാകൃഷ്ണൻ, S. ശൈലജ, P. അരവിന്ദാക്ഷൻ മാസ്റ്റർ, C. വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPI പാലക്കാട് ജില്ലാ സമ്മേളനം നാളെ മുതൽ 20 വരെ വടക്കഞ്ചേരിയിൽ നടക്കും. മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെ സമ്മേളനത്തിന് ക്ഷണിക്കാത്തത് ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. സസ്പെൻഷനിലായിരുന്ന KE ഇസ്മായിലിൻ്റെ അംഗത്വം പുതുക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടും സമ്മേളനത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതിന് പിന്നിൽ ജില്ലയിലെ വിഭാഗീയതയാണെന്ന് പരക്കെ വിമർശനമുണ്ട്. CPI ജില്ലാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ വിഭാഗീയതയാണ് പ്രധാന ചർച്ചാ വിഷയം. KE ഇസ്മായിലിനെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഇസ്മായിലിനെ ക്ഷണിക്കാതിരുന്നതിന് പിന്നിലുള്ളത് ജില്ലയിലെ വിഭാഗീയതയാണെന്ന് പരക്കെ വിമർശനമുണ്ട്. CPIയിലെ അവഗണിക്കാൻ കഴിയാത്ത നേതൃനിരയിലേക്ക് ഉയർന്ന KE ഇസ്മായിലിൻ്റെ താഴ്ച വളരെ പെട്ടെന്നായിരുന്നു. സംസ്ഥാന സെക്രട്ടറി പദം കൊതിച്ച ഇസ്മായിലിന് അവസരം കിട്ടാതെ വരികയും കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആവുകയും ചെയ്തതോടെയാണ് വിഭാഗീയത ഉടലെടുത്തത്. കാനത്തിന് ശേഷവും സീനിയർ നേതാവായ KE സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല. 75 വയസ്സ് പ്രായപരിധിയുടെ പേരിൽ 2022 തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിലിൽ നിന്നൊഴിവായ KE ഇസ്മായിൽ വിജയവാഡയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ ദേശീയ കൗൺസിലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന രാജുവിൻ്റെ മരണത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചതാണ് KEയുടെ സസ്പെൻഷനിലേക്ക് എത്തിച്ചത്. KE ഇസ്മായിലിന് പാർട്ടിയിൽ പരിഗണന ലഭിക്കാതെ വന്നതോടെ ജില്ലയിൽ രൂപം കൊണ്ട സേവ് CPI ഫോറത്തിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തുടരുന്നത്. സേവ് CPIക്കൊപ്പം നിന്ന KEയുടെ മകൻ
ബൈജു അടുത്ത കാലത്ത് CPIയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. മന്ത്രി, MP എന്ന നിലകളിലും CPI ദേശീയ തലത്തിലും പ്രവർത്തിച്ച KE ഇസ്മായിലിന് സമ്മേളനത്തിലേക്ക് ക്ഷണമില്ലെങ്കിലും സഹോദരനും മുതിർന്ന നേതാവുമായ KE ഹനീഫയെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രോഗമുള്ള തെരുവ് നായ്ക്കൾക്ക് ദയാവധം. സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പൊതുജനങ്ങൾ. തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം ജനങ്ങളേറെ ഭീതിയിലാണ്. ഭീഷണിയിലാകുന്ന തെരുവ് നായ്ക്കളുടെ ദയാവധം നടപ്പാക്കുന്നത് ഗുണകരവും ആശ്വാസവുമാകുമെന്ന വിലയിരുത്തലിലാണ് ജനങ്ങൾ. ജനം ഭീതിയോടെ കഴിയുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പുതിയ പദ്ധതിയും തീരുമാനവും പൊതുജനത്തിന് ആശ്വാസകരമാണ്. പേവിഷബാധയേറ്റ നായ കടിച്ച് മരണവും പരിക്കുകളും കൂടി വരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ പുതിയ പദ്ധതിയും തീരുമാനവും ഉണ്ടായിരിക്കുന്നത്. പേ പിടിച്ചതും മറ്റും രോഗമുള്ളതുമായ തെരുവ് നായ്ക്കളുടെ ദയാവധത്തിന് പുതിയ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. ഈ തീരുമാനത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ: ഏറെ ഗുണകരമായ പദ്ധതിയാണെന്നും ഇവർ പറയുന്നു. പേവിഷബാധയേറ്റതും അടഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതുമായ നായ്ക്കളെ അല്ലെങ്കിൽ പട്ടികളെയൊക്കെ കൊല്ലുന്നതിന് ദയാവധം നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു പുതിയ തീരുമാനം എടുക്കാൻ പോകുന്നു എന്നറിയുന്നു. അത് ജനങ്ങൾക്ക് ഏറ്റവും വളരെ ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെയാണ്. പേവിഷബാധയേറ്റിട്ടും അലഞ്ഞു തിരിഞ്ഞ നായ നടക്കുന്ന നായ്ക്കൾക്കെതിരെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഗവൺമെൻറ് എടുത്ത ഒരു വലിയ തീരുമാനത്തെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വളരെ ചെറിയ കുട്ടികളെ വലിയവരെ ഒന്ന് പക്ഷഭേദമില്ലാതെ തന്നെ ഈ നായ്ക്കളെ ആക്രമിക്കുകയാണ്. ഈ ആക്രമണത്തിനെതിരെ വലിയൊരു നിയമ പോരാട്ടം നടത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് ഈ അവസാന ഘട്ടത്തിലെടുത്ത ഈ തീരുമാനത്തെ വിധത്തിലും ഈ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അസുഖം ബാധിച്ച അത് ഏത് തരത്തിലുള്ള ജീവികളാണെങ്കിലും അവരെ ദയാവധത്തിന് വിധേയമാക്കാം എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. കാരണം പേപ്പട്ടികൾ പോലും നമ്മുടെ ഇടയിൽ വിരാജിക്കുമ്പോൾ അതിനെ എറിഞ്ഞു കൊല്ലാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അതിൻ്റെ ജീവനെടുക്കാനോ നിയമം അനുവദിക്കാത്ത ഒരു ചുറ്റുപാടിൽ നിന്നും മാറി ഇത്തരത്തിലേക്ക് മാറുന്നത് തീർച്ചയായിട്ടും ഒരു ആശ്വാസം തന്നെയാണ്. മന്ത്രിമാരായ MP രാജേഷ്, ചിഞ്ചുറാണി, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ നടത്തിയ യോഗത്തിലാണ് തെരുവ് നായ്ക്കൾക്ക് ദയാവധം നടപ്പാക്കുന്ന തീരുമാനം. ഏതെങ്കിലും രോഗം പടർത്തുന്ന സാഹചര്യം മൃഗങ്ങളിലുണ്ടെന്ന് സർക്കാരുകൾക്ക് ബോധ്യപ്പെട്ടാൽ അവയെ ദയാവധത്തിന് വിധേയമാക്കണമെന്ന കേന്ദ്ര ചട്ടത്തിലെ വ്യവസ്ഥ പാലിച്ചാകും നടപടികൾ തുടരുക. പേവിഷബാധ സംബന്ധിച്ച് സർക്കാർ വെറ്റിനറി സർജൻ സാക്ഷ്യപത്രം നൽകണമെന്നും തീരുമാനത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. പത്തിരിപ്പാലയിൽ സംസ്ഥാനപാത കുഴികൾ നിറഞ്ഞ് തകർച്ചയിലായതോടെ ഗതാഗതം ദുരിതപൂർണം. കനത്ത മഴയിൽ ചെറിയ കുഴികൾ വൻ ഗർത്തങ്ങളായി മാറിയിട്ടുണ്ട്. മെറ്റലുകൾ അടർന്ന് റോഡിൽ പരന്നു കിടക്കുന്നതും ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രതിസന്ധിയാകുന്നു. കുഴികളിലെ മെറ്റലുകൾ റോഡിൽ പരന്നു കിടപ്പാണ്. ഇരുചക്രവാഹനങ്ങൾ കുഴികളിൽ ചാടി അപകടം പതിവായി മാറി. പഴയലക്കടി, 14 മൈൽ, ചന്ത, പത്തിരിപ്പാല ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വ്യാപകമായി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവ മൂടാൻ ആരും തന്നെ രംഗത്ത് വരുന്നില്ല. യാത്രക്കാരുടെ ജീവന് തന്നെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ കുഴികൾ. താൽക്കാലികമായെങ്കിലും കുഴികൾ അടയ്ക്കാൻ അധികാരികൾ രംഗത്ത് വന്നില്ലെങ്കിൽ ഒട്ടേറെ ജീവനുകൾ അപകടത്തിലായേക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായിൽ കനത്ത മഴയിൽ വീട് തകർന്നു. കോട്ടായി വറോട് കണ്ണച്ചിപ്പറമ്പ് മങ്ങാട്ടുതൊടി മോഹനനും കുടുംബവും താമസിക്കുന്ന ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വറുതിയുടെ കർക്കടം പിന്നിടാൻ പുണ്യരാമായണത്തിൻ്റെ രാഗാമൃതം. രാമായണ മാസം പിറന്നതോടെ നാട് രാമനാമ മുഖരിതമാണ്. മിക്ക ക്ഷേത്രങ്ങളിലും രാമായണ മാസം വിപുലമായി ആചരിക്കുന്നുണ്ട്. രാമായണ പാരായണം, വിശേഷ പൂജകൾ, ആനയൂട്ട് തുടങ്ങിയ പരിപാടികൾ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 70ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്തത് പതിനായിരങ്ങളാണ്. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജപൂജയും നടന്നു. പുലർച്ചെ മുതൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം ആനപ്രേമികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തി.
ആനയൂട്ടിന് മുന്നോടിയായി 12,008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു. 8:30 ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു. 5 ആനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത്. ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായി ആനയൂട്ടിനു വേണ്ടി നിരന്നു നിന്നു. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട്, പിന്നെ നമ്മുടെ പ്രധാന വ്യക്തികളുണ്ട്. ആദ്യം മേൽശാന്തി കൊടുത്താൽ അടുത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ സാർ കൊടുക്കും. അതിനുശേഷം നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളും എല്ലാ ആനകൾക്കും കൃത്യമായി ഭക്ഷണം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര മേൽശാന്തി ആദ്യ ഉരുളപ്പ് നൽകി കൊടുക്കുകയാണ്. വോളണ്ടിയർമാരുടെ നിർദ്ദേശമനുസരിച്ച് ബാക്കിയുള്ള ആനകൾക്കും ഭക്ഷണം നൽകാവുന്നതാണ്. ഇവിടെ ആദ്യ ഉരുള ശ്രീരാജ നാരായണ നമ്പൂതിരിയെടുത്ത് ആനകൾക്ക് വിതരണം ചെയ്തു. 10 ആനകൾ വോളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ആനകൾക്കുള്ള ഭക്ഷണം എല്ലാ ആനകളുടെയും മുമ്പിലെത്തിയിട്ടുണ്ട്. എല്ലാ ആനകൾക്കും 43ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്. അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനകൾക്കുള്ള സുഖചികിത്സ വെള്ളിയാഴ്ച ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജം മഹാഗണപതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തിനിർഭരമായ തുടക്കം. കർക്കിടകം 7 വരെ ക്ഷേത്രത്തിൽ മരുന്നുകഞ്ഞി പ്രസാദ വിതരണമുണ്ടാകും. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കർക്കിടകം 7 വരെ ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യേക പൂജകളും വൈകുന്നേരം ഭഗവത് സേവയും ഉണ്ടാകും. 7 വരെ രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മരുന്നുകഞ്ഞി പ്രസാദ വിതരണം. വ്യാഴാഴ്ച രാവിലെ സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് ഭദ്രദീപം തെളിയിച്ച് മരുന്നുകഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കെ മാധവൻകുട്ടി, സമാജം ഡയറക്ടർ കെ രാജൻ, പി മുഹമ്മദ്, സമാജം മാനേജർ എ ബൈജു, ക്ഷേത്രം മാനേജർ എസ് ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. പലതരം ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ചേർത്താണ് മരുന്നുകഞ്ഞി തയ്യാറാക്കുന്നതെന്നും ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനശക്തി കൂട്ടാനും കർക്കിടക മരുന്നുകഞ്ഞി സഹായകരമാണെന്നും സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് പറഞ്ഞു. കർക്കിടക മാസം 1-ാം തീയതി പാരമ്പര്യമായിട്ട് ഔഷധ കഞ്ഞി വിതരണം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 7 ദിവസം ഈ നാട്ടിലുള്ളവർക്ക് മരുന്ന് കഞ്ഞി വിതരണം ചെയ്യുന്നു. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മളിവിടെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഔഷധ കഞ്ഞി വിതരണം. പാരമ്പര്യമായിട്ടുള്ള ഔഷധങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നിയമപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ഔഷധക്കഞ്ഞിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അവരുടെയൊക്കെ തന്നെ മാനസികമായിട്ടുള്ള സംതൃപ്തിക്കും വേണ്ടിയാണ് ഈ പ്രചരണ ആരോഗ്യ പരിപാടി കേരളീയ ആയുർവേദ സമാജം നടത്തുന്നത്. ഇതിന് എല്ലാ സജ്ജനങ്ങളുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം JSK തിയേറ്ററുകളിൽ എത്തി. തൃശൂർ രാഗത്തിൽ ആദ്യ ഷോ കാണാൻ സുരേഷ് ഗോപിയും അണിയറ പ്രവർത്തകരും എത്തിയിരുന്നു. ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന സിനിമയാണിതെന്ന് അഭിമാനത്തോടെ പറയാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സിനിമ കണ്ടിറങ്ങിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചു. ആ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. തലമുറകൾക്ക് ബോധ്യം പകർന്നു നൽകാൻ ഈ സിനിമ ഉതകും. ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള ബോധ്യമാണ്, ആത്മവിശ്വാസമാണ്. ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടപ്പോൾ അതൊരനുഭവമായെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കാലങ്ങളായിട്ട് നടത്തുന്ന യുദ്ധമാണ് സ്ത്രീ സമൂഹം, പ്രത്യേകിച്ച് പ്രായമറിയിച്ച് അതൊന്നും അനുഭവിക്കാനുള്ള ഒരു പ്രായമെത്താത്ത പെൺകുഞ്ഞുങ്ങൾ എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചുപോയി നീതി കിട്ടാതെ. അപ്പോൾ അതിനകത്ത് സമൂഹത്തിന് വലിയ പാതകം ആണ് സമൂഹം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഈ തലമുറയിലെ നമ്മൾ. ഒരുപക്ഷെ പ്രായം ഇപ്പോൾ
അവർക്കൊരു ബോധ്യം നൽകാൻ കഴിയുന്ന പ്രായമാണെങ്കിൽ അടുത്ത തലമുറ, അതിനടുത്ത തലമുറ അവർക്കെല്ലാം ഇത് ബോധ്യം പകർന്നു കൊടുക്കുന്നതിന് ഈ സിനിമ ഉതകും. പ്രദർശനത്തിന് ശേഷം അണിയറ പ്രവർത്തകരും സുരേഷ് ഗോപിയും ചേർന്ന് കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ച ശേഷമാണ് മടങ്ങിയത്. രാഗം തിയേറ്ററിൻ്റെ പ്രൊപ്പറേറ്ററും നിർമ്മാതാവുമായ സുനിലും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഗ്രാമീണ ജനതയുടെ ആരോഗ്യ സാമൂഹിക വികസനം പാലക്കാട് നഗരസഭയുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പുത്തൂരിൽ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലൊന്നാണ് ഹെൽത്ത് ഗ്രാൻഡ്. ആരോഗ്യമുള്ള സമൂഹമാണ് നാടിൻ്റെ സമ്പത്തെന്ന് പ്രമീള ശശിധരൻ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, ശുദ്ധജലം, വീട് എന്നിവ ലക്ഷ്യം വെച്ചാണ് നഗരസഭ പ്രവർത്തിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ കൂടുതൽ ചെലവഴിക്കുന്നത് പാലക്കാട് നഗരസഭയാണെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. കൗൺസിലർ പി സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ടി ബേബി, വി എസ് മിനിമോൾ, ടി എസ് മീനാക്ഷി, പി സാബു, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കെ വി വിശ്വനാഥൻ, സാജോ ജോൺ, സെയ്ദ് മീരാൻ ബാബു, മുഹമ്മദ് ബഷീർ, ഡി എം ഒ ഡോക്ടർ ടി വിദ്യ, ഡോക്ടർ റോഷി, ഡോക്ടർ ജോജി, നഗരസഭാ സെക്രട്ടറി അൻസൽ ഐസക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെയും സാക്ഷരതാ മിഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പി എൻ പണിക്കർ ചരമദിനത്തോടനുബന്ധിച്ച് വായനാ മാസാചരണ ചടങ്ങ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഇതോടനുബന്ധിച്ച് അനുമോദിച്ചു. UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗം, കോളേജ് വിഭാഗം എന്നീ 4 വിഭാഗത്തിലുള്ള മത്സരാർത്ഥികൾക്കായി ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, കവിതാ പാരായണം, ഡിബേറ്റ് എന്നിവയാണ് സംഘടിപ്പിച്ചത്. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TK ദേവദാസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ S ഗീത, MR രജിത, K മിനിമോൾ, C അനിത, പ്രേരക്മാരായ വിജയം, ഷർജ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി AS ശശികുമാർ സ്വാഗതവും പഴഞ്ഞൻകുട്ടി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കുടുംബശ്രീ അരങ്ങ് 2025 സംസ്ഥാനതല മത്സരത്തിൽ വിജയിച്ച ലളിത B മേനോൻ, ഭരതനാട്യത്തിൽ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ K അനിൽകുമാർ, 2022 മുതൽ 2025 വരെ പഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്നും 200-ലധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അക്ഷര എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തി. തെരഞ്ഞെടുപ്പിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കാനാണ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ജുമാന ഹസിൻ നേതൃത്വം നൽകി. ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് തങ്ങൾക്കും മനസ്സിലായതായി വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാ പ്രക്രിയകളും കുട്ടികളെ കൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ദിവസമായി ഇതിൻ്റെ തിരക്കിൽ തന്നെയാണ്. എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ടാണ് കുട്ടികൾ ആവേശത്തോടു കൂടി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു വേറിട്ട എക്സ്പീരിയൻസ് നൽകുകയും അവരുടെ ജീവിതത്തിലേക്ക് അതെന്താണ് അതിൻ്റെ രീതിയിലുള്ള ആക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാതിരിക്കാം. ഇവിടെ എല്ലാ സജ്ജീകരണവും കുട്ടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോളിംഗ് ഓഫീസിലും ഡ്യൂട്ടീസും SPC സ്റ്റുഡൻസും എല്ലാം നമ്മൾ സ്റ്റുഡൻസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓരോ കാൻഡിഡേറ്റ്സും നമ്മൾ ഹെഡ് ഗേൾ പൊസിഷനുണ്ട്, ഹെഡ് ബോയ്, മാഗസിൻ എഡിറ്റർ, പിന്നെ സ്പോർട്സ് ക്യാപ്റ്റൻ, ആർട്സ് ക്യാപ്റ്റൻ, അങ്ങനെ പല പല ഇതിലാണ് നമ്മൾ കുട്ടികൾ കാൻഡിഡേറ്റ്സിന് നിൽക്കുന്നത്. പിന്നെ പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ ആശുപത്രികൾ തകർക്കാൻ UDF മാധ്യമ ഗൂഢാലോചനയെന്ന് KSKTU. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കർഷക തൊഴിലാളികളുടെ പ്രതിരോധ സദസ്സ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ UDF ഒത്താശയോടെ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുകയാണെന്ന് യൂണിയൻ ദേശീയ വൈസ് പ്രസിഡന്റ് K കോമളകുമാരി. വിഭാഗീയതയുടെ നിഴലിൽ CPI പാലക്കാട് ജില്ലാ സമ്മേളനം നാളെ മുതൽ വടക്കഞ്ചേരിയിൽ. മുതിർന്ന നേതാവ് KE ഇസ്മായിലിന് ക്ഷണമില്ല. സസ്പെൻഷനിലായിരുന്ന KE ഇസ്മായിലിൻ്റെ അംഗത്വം പുതുക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടും പുതുക്കൽ സമ്മേളനത്തിന് ശേഷം മതിയെന്ന് ജില്ലാ നേതൃത്വം തീരുമാനിച്ചത് വിഭാഗീയതയുടെ ഭാഗമെന്ന് വിമർശനം. രോഗമുള്ള തെരുവു നായ്ക്കൾക്ക് ദയാവധം. സംസ്ഥാന സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത പൊതുജനങ്ങൾ.
പേവിഷബാധ തടയാൻ ദയാവധം സഹായകരമാകുമെന്ന് വിലയിരുത്തൽ. വറുതിയുടെ കർക്കടം പിന്നിടാൻ ഇനി പുണ്യരാമായണത്തിൻ്റെ രാഗാമൃതം. രാമനാമജപങ്ങളുമായി രാമായണ മാസം പിറന്നു. ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തിസാന്ദ്രം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.